ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രയർ ഇന്ന് 29-ാം ദിവസം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വചനം. അവിടെ നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ അവിടുന്ന് ആശീർവദിക്കുമെന്നാണ് വചനം നമ്മളോട് പറയുക. പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ ജീവിത അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഒപ്പം തന്നെ ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ മക്കളായി തീരുകയും അങ്ങനെ ആ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ആരോഗ്യത്തെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് ചില ഭക്ഷണങ്ങളൊക്കെ മക്കൾക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായി വയറിന് അസ്വസ്ഥതയൊക്കെ കാണപ്പെടാറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ ജീവിതത്തിൽ ആഹാര പദാർത്ഥങ്ങൾ അവർക്ക് വേണ്ട രീതിയിൽ ലഭിക്കുവാനും അത് കഴിച്ച് ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും അനുഗ്രഹത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് 23:25 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ എപ്പോഴും അങ്ങേ ആരാധിക്കുന്നവരായി തീരട്ടെ. അങ്ങനെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദാരിദ്ര്യത്തിൽ വിമുക്തിയും ആരോഗ്യമേഖലയിൽ സമൃദ്ധിയും ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.